ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോറി എ വൈഫ് ഫ്രം ഫ്യൂച്ചർ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. നമ്മളൊരു ദിവസം പെട്ടെന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഒരാൾ കിടന്നുറങ്ങും. ഒരു പെൺകുട്ടി. ആരാന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിലെ വൈഫാണെന്ന് പറയും. നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ കല്യാണം കഴിക്കാൻ ഭാര്യയാവാൻ പോകുന്ന വൈഫാണ്. അങ്ങനെ ഒരാൾ വന്നാൽ എങ്ങനെയുണ്ടാവും? അതാണ് ഈ പടം. അതേപോലെ ഇവൾക്ക് പ്രസൻറ്റിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും. മീൻസ് ഇവനിപ്പോൾ ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബ്രേക്കപ്പിലേക്ക് കലാശിക്കൂ എന്ന് അവൾ സിഗ്നൽ കൊടുക്കും. കാരണം ഇവളാണല്ലോ അവൻ്റെ ഫ്യൂച്ചർ വൈഫാണ്. അതേപോലെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇവൻ്റെ ഫാദറുമായിട്ട് ചെറിയ ഉടക്കം. മീൻസ് ഫാദർ വേറെ ഒരു പെണ്ണിനെ കെട്ടി താമസിക്കും. അപ്പോൾ ഇവൾ ലൈഫിലേക്ക് വന്നത് കാരണം ഇവൻ ആ ഫാദർക്ക് പുറത്തു കൊടുക്കുന്നു. അതേപോലെ ഇവൻ ക്രൊയേഷ്യയിലാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. കുറേ കാലമായിട്ട് ഇവിടെയാണ്. അപ്പോൾ അമ്മനെ കാണാൻ വേണ്ടി പോകും നാട്ടിലേക്ക്. എല്ലാം ഇവൾ കാരണം. അതേപോലെ പുകവലിയും മദ്യപാനവും നിർത്തും. ഇവൾ കാരണമാണ് നിർത്തുക. അത് പടം കണ്ടവർക്ക് മനസ്സിലാവുക എങ്ങനെയാണ് നിർത്തുന്നത്. അതെല്ലാം പടത്തിലുണ്ട്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, എല്ലാവരും കാണുക. സോറി എ വൈഫ് ഫ്രം ഫ്യൂച്ചർ.